ജൂതരെ ഒതുക്കാൻ കലിതുള്ളി ട്രംപ്. ഇസ്രായേലിന് അമേരിക്കയിൽ നിന്നും കടുത്ത പ്രഹരം. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രവൃത്തിയിൽ രോഷാകുലനായിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ്. ജൂതപ്പടയുടെ എടുത്തുചാട്ടത്തിനുള്ള ശക്തമായ മറുപടി അമേരിക്ക നൽകുമെന്നാണ് ഈ സാഹചര്യത്തിൽ നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. രോഷാകുലനായ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവിനെതിരെ കടുത്ത ഭാഷയിലാണ് പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. ബെയ്റൂത്തിൽ ഇസ്രായേൽ സൈന്യം ശക്തമായ ആക്രമണത്തിനൊരുങ്ങുന്നത് മുൻപുണ്ടാക്കിയ വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്നാണ് ചൂണ്ടിക്കാട്ടിയാണ് ട്രംപിന്റെ ഇടപെടൽ. ഇസ്രായേലിന്റെ ഈ നീക്കത്തിന് പിന്നാലെ US-ഉമായുള്ള സമാധാന ചർച്ചകളിൽ നിന്നും പിന്മാറുമെന്ന് ഇറാൻ ഭീഷണി മുഴക്കിയിരുന്നു. ഇതാണ് ട്രംപിനെ പെട്ടെന്ന് പ്രകോപിപ്പിച്ചതും ഇസ്രായേലിന് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്താൻ പ്രേരിപ്പിച്ചതുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നെതന്യാഹുവിനെ നന്ദികെട്ടവൻ എന്ന് വിശേഷിപ്പിച്ച ട്രംപ് ബെയ്റൂട്ടിലേക്ക് നീങ്ങുകയായിരുന്ന ഇസ്രായേൽ സൈന്യത്തെ അടിയന്തരമായി പിന്തിരിപ്പിക്കാൻ കർശന നിർദ്ദേശം നൽകി. ട്രംപുമായി നടത്തിയ നിർണായക ഫോൺ സംഭാഷണത്തിന് പിന്നാലെ ബെയ്റൂട്ടിലേക്കുള്ള സൈനിക നീക്കത്തിൽ നിന്നും ഇസ്രായേൽ താൽക്കാലികമായി പിന്മാറിയതായാണ് സൂചനകൾ. ഇസ്രായേൽ സൈന്യം തങ്ങളുടെ നീക്കങ്ങളിൽ നിന്നും പിന്നോട്ടു പോയതായും താൻ നെതന്യാഹുവുമായും ഹിസ്ബുള്ള പ്രതിനിധികളുമായും സംസാരിച്ചതായും ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ സ്ഥിരീകരിച്ചു. മേഖലയിലെ സമാധാനം തകർക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ അനുവദിക്കില്ലെന്ന് കടുത്ത നിലപാടിലാണ് വാഷിംഗ്ടൺ. US-ന്റെ കടുത്ത നിലപാടിനെ തുടർന്ന് ഇറാൻ തങ്ങളുടെ പിന്മാറ്റ ഭീഷണി ഒടുവിൽ പിൻവലിക്കുകയും US-ഉമായുള്ള നയതന്ത്ര ചർച്ചകൾ ദ്രുതഗതിയിൽ പുനരാരംഭിക്കാൻ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം അതിർത്തിയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി തെക്കൻ ലെബനനിൽ ഇസ്രായേൽ പ്രതിരോധ സേന മുൻപ് നിശ്ചയിച്ച പ്രകാരം തങ്ങളുടെ സൈനിക നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുന്നത്. ഹിസ്ബുള്ള ഇസ്രായേൽ നഗരങ്ങൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ബെയ്റൂട്ടിലെ ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം ട്രംപിനെ അറിയിച്ചതായാണ് വിവരം. മിഡിൽ ഈസ്റ്റിൽ ട്രംപ് മുൻകൈ എടുത്തുകൊണ്ടുവന്ന വെടിനിർത്തൽ കരാറുകൾ അട്ടിമറിക്കപ്പെടുമോ എന്ന ആശങ്ക ശക്തമാകുന്നതിനിടയിലാണ് നാടകീയമായ ഈ പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ അരങ്ങേറുന്നത്. മാത്രമല്ല, ഇറാനുമായുള്ള ആണവ ചർച്ചകളിലും മറ്റും ഇസ്രായേലിന്റെ നിലപാടുകൾ തടസ്സമായി നിൽക്കുന്നുവെന്നതാണ് അമേരിക്കയുടെ പ്രധാന ആരോപണം. ഇറാനുമായി സമാധാനം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയ്ക്ക് ഇസ്രായേലിന്റെ ആക്രമണാത്മക സമീപനം വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഫോൺ സംഭാഷണത്തിനിടെ ട്രംപ് നെതന്യാഹുവിനെ അതിരൂക്ഷമായി വിമർശിച്ചതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇസ്രായേൽ പ്രധാനമന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനും ട്രംപ് മടിച്ചില്ല. തന്റെ സഹായം കാരണമാണ് നെതന്യാഹു ജയിൽ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ടതെന്ന് ട്രംപ് തുറന്നടിച്ചത്. ഇരു നേതാക്കളും തമ്മിലുള്ള ബന്ധം എത്രത്തോളം വഷളായെന്ന് വ്യക്തമാക്കുന്നു. ഇസ്രായേലിന്റെ അതിരുകടന്ന പ്രതികാര നടപടികൾ തനിക്ക് അസ്വീകാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങളെ ചെറുക്കാൻ ഇസ്രായേലിന് അവകാശമുണ്ടെന്ന് സമ്മതിക്കുമ്പോഴും സാധാരണക്കാരുടെ ജീവൻ എടുക്കുന്ന തരത്തിലുള്ള ആക്രമണ രീതികളെ അമേരിക്ക പിന്തുണയ്ക്കുന്നില്ല. ബെയ്റൂട്ടിലെ കെട്ടിടങ്ങൾ തകർക്കുന്ന രീതിയിലുള്ള ഇസ്രായേലിന്റെ നീക്കങ്ങൾക്കെതിരെ ട്രംപ് പരസ്യമായി അതൃപ്തി അറിയിച്ചു. ഈ ഫോൺ സംഭാഷണത്തിന് ശേഷം ബെയ്റൂട്ടിലെ ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്താൻ ഇസ്രായേൽ തയ്യാറായെങ്കിലും നെതന്യാഹുവിന്റെ പ്രസ്താവനകൾ തുടർന്നും ധിക്കാരപരമായിരുന്നു. ഇത് അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള വിശ്വാസ്യതയുടെ ആഴത്തിലുള്ള കുറവിനെയാണ് കാണിക്കുന്നത്. ഇസ്രായേലിന്റെ സുരക്ഷ എന്നതിലുപരി സ്വന്തം രാഷ്ട്രീയ നേട്ടങ്ങൾക്കായാണ് നെതന്യാഹു നിലകൊള്ളുന്നതെന്ന് ട്രംപിന്റെ വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കാം. അമേരിക്കയുടെ നിർദ്ദേശങ്ങളെ അവഗണിച്ച് സ്വന്തം വഴിക്ക് സഞ്ചരിക്കാനുള്ള നെതന്യാഹുവിന്റെ തീരുമാനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ഇനിയും കുറയുമെന്ന് സൂചിപ്പിക്കുന്നു. ചുരുക്കത്തിൽ പതിറ്റാണ്ടുകളായി തകർക്കാനാവാത്ത ബന്ധമെന്ന് കരുതപ്പെട്ടിരുന്ന അമേരിക്ക ഇസ്രായേൽ സൗഹൃദത്തിന് വിള്ളലുകൾ വീണിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ മധ്യേഷ്യയിൽ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാമെന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.